ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ കത്തി. ഈ കത്തി മൂർച്ചയില്ലെങ്കിൽ പിന്നെ തീരെ പണി നീങ്ങാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും അല്ലേ. എങ്കിൽ ഈ കത്തി മൂർച്ചയാക്കാൻ ഏറ്റവും ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് കുറേ കാലം എടുത്തു വെച്ച കത്തിയായാലും നമുക്ക് നന്നായിട്ട് മൂർച്ചയാക്കിയെടുക്കാം, പുതിയതുപോലെ ആക്കിയെടുക്കാം. ഞാൻ ഒരുപാട് ദിവസം എടുത്തു വെച്ചിരിക്കുന്ന കത്തി ഒരുപാട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ല മൂർച്ചയാക്കിയെടുക്കാൻ ഒരേ ഒരു ഐറ്റം മാത്രം മതി. ഇതാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ഇത് ഒരപ്പേപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം മതി, നമുക്ക് കുറേ കാലത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാം. ഞാനൊരു ചെറിയ പീസ് ഇത് കുറേ ആയി ഞാൻ എടുത്തു വയ്ക്കുന്നു. ഒരു ചെറിയ പീസ് ഒരപ്പേപ്പർ. ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുകൊണ്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയാവുള്ളൂ. 10 രൂപ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ളത് കിട്ടും. അതിൻ്റെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി മതി നമുക്ക്. ഇതിപ്പോൾ ഒരു 5 രൂപയുടെ ഒരപ്പേപ്പറാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഒന്ന് നൈസായിട്ട് മുകളിൽ ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ അതിൻ്റെ മുകളിലുള്ള തുരുമ്പൊക്കെ പോരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒന്നുകൂടെ ഉരച്ചു കൊടുക്കണം. പിന്നെ മൂർച്ച ഉള്ള വേണ്ട ഭാഗത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഉരച്ചു കൊടുക്കണം. അതായത് താഴെ ഭാഗത്ത് നന്നായിട്ട് ഒരുപാട് നേരം അങ്ങനെ ഉരച്ചു കൊടുക്കാം. ഈ കാണുന്നത് പോലെ ഉരച്ചു കൊടുക്കാം. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന കത്തിയായാലും അതുപോലെ നമ്മൾ ഒരുപാട് ദിവസം എടുത്തു വെച്ചിരിക്കുന്ന കത്തിയായാലും മൂർച്ചയാക്കാൻ ഏറ്റവും നല്ലൊരു ഐഡിയയാണ് ഈ ഒരപ്പേപ്പർ. പ്രത്യേകിച്ച് സവാളയൊക്കെ മുറിക്കുമ്പോൾ ഈ കത്തികളുടെ മൂർച്ചയൊക്കെ കുറഞ്ഞു വരാറാണ് പതിവ്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല ഒരു അടിപൊളി ടിപ്പാണ്. നമ്മൾ അടുക്കളയിൽ എന്നും ഇത് സൂക്ഷിച്ച് വെക്കുക. ഇതിൻ്റെ ഒരു കഷ്ണം, ഈ ഒരപ്പേപ്പറിൻ്റെ ഒരു കഷ്ണം സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കത്തി മൂർച്ചയാക്കാൻ നല്ല ബെസ്റ്റ് ഐഡിയയാണ്. അതുപോലെ നമുക്ക് പെട്ടെന്നുള്ള ആവശ്യത്തിനുള്ള വലിയ കത്തിയായാലും അതുപോലെ വെട്ടുകത്തിയായാലും അരുവാക്കത്തിയായാലും ഏത് കത്തിയായാലും നമുക്ക് ഇത് മൂർച്ചയാക്കി എടുക്കാം. ഈ ഒരു ചെറിയൊരു ടിപ്സ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഉരയ്ക്കുക. നമ്മൾ പുതിയ കത്തി പോലെ ഇരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കത്തികളെ പോലെ ഇരിക്കും. പിന്നെ അതുപോലെ തുരുമ്പും കാണില്ല, നല്ല മൂർച്ചയായിരിക്കും. ഇതുപോലെ എത്ര കത്തി വേണമെങ്കിലും നമുക്ക് മൂർച്ചയാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് ഈ ഒരപ്പേപ്പർ എടുത്തു വയ്ക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.